ഇന്ന് ഞാനൊരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നത് മല്ലിച്ചപ്പ്, പിന്നെ ഒരു പിടി പുതിനച്ചപ്പ്, ഇതിൻ്റെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്, ഒരു 3 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ വേണ്ടുന്നത് തൈരാണ്, ഒരു 4 ടേബിൾ സ്പൂൺ തൈര് വേണം. ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ് എല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളിയിലെ 3 വെളുത്തുള്ളി അല്ലി അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടുന്നത് തൈര് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. വെളുത്തുള്ളിയും തൈരൊന്നും ഇതിലധികം കൂടി പോകാൻ പാടില്ല. അപ്പോൾ വെളുത്തുള്ളി കൂടിയാൽ വല്ലാത്തൊരു കുത്തായിരിക്കും വെളുത്തുള്ളീൻ്റെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റാണ് ഗ്രീൻ ചട്നി. ചപ്പാത്തിക്കും ദോശക്കും എല്ലാം നല്ല ടേസ്റ്റാണ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.